ചിഞ്ചു ചിഞ്ചു ടുട്ടു എവിടെ? അവൻ ഇതുവരെ എണീറ്റില്ലേ? ഇല്ലമ്മേ, അവൻ ഞാൻ കുറെ നേരമായി വിളിക്കുന്നു, അവൻ ഇതുവരെ എണീറ്റില്ല. ദേ ടുട്ടു, നീ എണീക്കുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? നിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെ ആരും വിഷയൊന്നുമില്ലല്ലോ. ഇവിടെയുള്ള ആർക്കും എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടാവും. ദേ ടുട്ടു, നീ എണീക്കുന്നുണ്ടോ? ഞാൻ അച്ഛനെ വിളിക്കണോ? ദേ കുറെ നേരമായി എന്നെ വിളിക്കുന്നു, നിനക്കിപ്പോഴും എണീക്കാനായില്ലേ? എന്റെ ബർത്ത്ഡേ ആയിട്ട് പോലും അമ്മയ്ക്ക് എന്നോട് എന്ത് ദേഷ്യം. എന്നെ ചീത്ത പറയുന്നത് കേട്ടില്ലേ? മിനി ചേച്ചി പറഞ്ഞത് ശരിയായിരിക്കും. ചേച്ചി എപ്പോഴും പറയാറുണ്ടല്ലോ എന്നെ തോട്ടീന്ന് ഒളിച്ചു വന്നപ്പോ കിട്ടിയതാന്ന്. അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ എന്നോട് ഇങ്ങനെ കാട്ടുന്നത്. ടുട്ടു, നീ എന്തിനാടാ ഇരുന്ന് മൂങ്ങുന്നേ? ഒന്നുമില്ല, അമ്മ എന്നോട് മിണ്ടണ്ട. നീ കരയാതെ കാര്യം പറയണ, എന്നാലല്ലേ അമ്മയ്ക്ക് മനസ്സിലാവൂ. വേണ്ട, അമ്മയ്ക്ക് ചിഞ്ചുനെ മിനി ചേച്ചിയല്ലേ ഇഷ്ടം, എന്നെ ഇഷ്ടമല്ലല്ലോ. അതെന്താ എന്റെ പൊന്നുമോന് ഇപ്പൊ അങ്ങനെ തോന്നി? അതുകൊണ്ടല്ലേ എന്റെ ബർത്ത്ഡേ പോലെ നിങ്ങൾ എല്ലാരും മറന്നത്. അത് ശരി, അപ്പൊ അതാണ് കാര്യം. ഡാ പൊട്ട, നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിന്നെ ചിഞ്ചു എത്ര നേരമായി വിളിക്കുന്നു, നീ എണീറ്റോ? അച്ഛൻ്റെ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനെ? അത് ശരി, അപ്പൊ നീയല്ലേ പറഞ്ഞേ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന്. അത് ഞങ്ങൾ മറക്കുവോ? നിനക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? നമുക്ക് വേഗം പോണം, നീ വേഗം റെഡി ആവാൻ നോക്ക്. നല്ല അമ്മ ഉമ്മ. നിന്റെ സോപ്പിംഗ് ഒക്കെ മതി, വേഗം റെഡി ആയിക്കോ. ടുട്ടു, നീ എന്താണ് നോക്കി നിൽക്കുന്നേ? റെഡി ആവുന്നില്ലേ? എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഡ്രസ് എടുക്കാൻ പോകുന്നതിന് നീ എന്തിനാ ഈ റെഡി ആയി നിൽക്കുന്നേ? എങ്ങനാ? എനിക്ക് മനസ്സിലായില്ല. ഞാനും അച്ഛനമ്മയല്ലേ പോകുന്നേ, അത് നീ എന്തിനാ പോകുന്നേ? അല്ല, എന്റെ പൊന്നുമോൻ എന്ന് വിചാരിച്ച് നിനക്ക് മാത്രം ഡ്രസ് എടുക്കുന്നാണോ? ആ പൂരി അങ്ങ് മനസ്സിലിരിക്കട്ടെ. പിന്നല്ലാതെ നിങ്ങൾക്ക് എന്തിനാ? നീ ഒന്ന് പോയേടാ. ഞാൻ അച്ഛനോട് പറയും എന്നെ ഒന്നും ഒപ്പം കൂട്ടണ്ടാന്ന്. ചേട്ടാ, ഞാൻ ഈ സാരി എടുത്താ പോരെ? ഈ സാരിയേക്കാൾ നിനക്ക് നല്ലതേ ചുരിദാറാ മിനി. ആണോ? എന്നാ പിന്നെ അതിടാം. അച്ഛാ, എന്റെ പാന്റ് ഇവിടെ. അച്ഛാ, ആ ടുട്ടുവിന് ഞാൻ ഒന്ന് കൊടുക്കും കേട്ടോ. ഈശ്വരാ, ഇനി നിന്റെ പ്രശ്നം എന്താ? പറയാ, ഞങ്ങളെ ഒന്നും കൊണ്ടുപോയില്ലാന്ന്. എന്റെ പൊന്നു ചിഞ്ചുമോളെ, നിങ്ങളെ കൊണ്ടുപോകുന്നത് അച്ഛനല്ലേ, അവനല്ലല്ലോ. അപ്പൊ അച്ഛൻ പറയുന്നത് കേട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി എല്ലാവരും വണ്ടിയിൽ കയറി ഇരിക്കുക. ശരി അച്ഛാ. എന്റെ ദൈവമേ, ഇവരെയൊക്കെ തല്ല് തീർത്ത് വരുമ്പോഴേക്കും ഞാനൊരു വഴിക്കാവും. ചേട്ടാ, എന്താ എന്റെ മിനി? അതെ, ഈ പച്ച ചുരിദാറാണോ മഞ്ഞ ചുരിദാറാണോ ഇടണ്ടേ? അവളുടെ ഒരു മഞ്ഞ ചുരിദാറും പച്ച ചുരിദാറും. എന്ത്? ഒന്നുമില്ല, നീയേ ആ പച്ച ചുരിദാർ ഇട്ടാ മതി, അത് നിനക്ക് നല്ല ഭംഗിയാ. ആണോ? പിന്നല്ലാതെ അതിട്ടാ നിന്നെ കണ്ടാലേ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. അയ്യോ, 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നൂ. എന്നാ പിന്നെ മഞ്ഞ ചുരിദാർ ഇടാല്ലേ? എന്നാ പിന്നെ അതിടുന്നതാവും നല്ലത്. അതിട്ടാ പിന്നെ നിന്നെ കണ്ടാലേ LKG പഠിക്കുന്നേ തോന്നും. അയ്യോ, ആണോ ചേട്ടാ? എന്നാ ഞാൻ അതിടുക. അവസാനം ഇവിടെ എത്തി. എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു തരാം, കണ്ണി കണ്ടത് മുഴുവൻ വാരി വലിച്ചെടുക്കാൻ നിൽക്കണ്ട. എല്ലാം കൂടെ വാങ്ങിക്കാനുള്ള ക്യാഷൊന്നും അച്ഛന്റെ കയ്യിലില്ല. അതെ അതെ, ചിഞ്ചു നിന്നോടാ. ചിഞ്ചുവിനോട് മാത്രമല്ല, നിന്നോടും കൂടിയാ പറഞ്ഞേ. നടക്കെല്ലാരും. അച്ഛാ, ഡ്രസ്സൊക്കെ സെക്കൻഡ് ഫ്ലോറിലാ, നമുക്ക് എസ്കലേറ്റർ വഴി അങ്ങോട്ട് കയറാം. എസ്കലേറ്റർ വഴിയോ? ഞാനില്ല. അതെന്താ? എനിക്ക് പേടിയാ. അയ്യേ പേടിത്തൊണ്ടൻ, എന്തൊക്കെയാ നീ പറഞ്ഞിരുന്നേ? നീ ഭയങ്കര ധൈര്യശാലിയാണെന്നാണല്ലോ. നിന്റെ ധൈര്യമൊക്കെ ഇവിടെ ചോർന്നു പോയടാ. മിന്നി ചേച്ചി, എനിക്ക് പേടിയാ, നമുക്ക് ലിഫ്റ്റ് കയറി പോവാം. എടാ ടുട്ടു, ഞാനത് അവിടെ ചോദിച്ചു, ലിഫ്റ്റ് കേടാന്ന് അവര് പറഞ്ഞേ. അയ്യോ, അപ്പൊ ഇതിലൂടെ പോവില്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഞാൻ പോരുന്നില്ല, നിങ്ങൾ എല്ലാരും പോക്കോ. എന്നാ ശരി, നിനക്ക് ഡ്രസ്സ് എടുക്കണ്ട. അത് പറ്റില്ല, എനിക്ക് ഡ്രസ്സ് വേണം. ഡ്രസ്സ് വേണം, ഞങ്ങൾ കൂടെ പോണേ പറ്റൂ. പൊട്ട, ഇങ്ങോട്ട് നോക്ക്, ഇത്രേ ഉള്ളൂ. അച്ഛാ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പേടിയാ. എന്നാ ഞാൻ നിന്നെ എടുത്തോണ്ട് കൊണ്ടുപോയിക്കോളാം. അതൊന്നും പറ്റില്ല, ഞാനിങ്ങനെ വീണാലോ അച്ഛന്റെ കയ്യിൽ നിന്ന്. അമ്മ പോവല്ലേ? എന്നെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എല്ലാരും കൂടി പോവാ. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ടാറ്റാ, ബൈ ബൈ. ടുട്ടു, നീ എന്റെ കൂടെ പോരെ, വാ. എനിക്ക് പേടിയാ ചേച്ചി. ഒരു പേടിയും പേടിക്കണ്ട, നിന്നെ ഞാൻ എടുത്തോണ്ട് പോക്കോളാം. വേണ്ട, ഞാൻ ഒറ്റക്ക് കയറിക്കോളാം ചേച്ചിയുടെ കൂടെ. ദേ, നീ കാല് മെല്ലെ ഇങ്ങോട്ട് എടുത്ത് വെച്ചാ മതി. ഞാനിപ്പോ വീഴും. ഇപ്പൊ നിന്റെ പേടിയൊക്കെ മാറിയോ? ഇത് കൊള്ളാലോ. അതന്നെയല്ലേ നിന്നോട് പറഞ്ഞേ കയറി നോക്കാൻ. ചേച്ചി, ഇനി ഞാൻ മേലെ ചെന്നിട്ട് താഴോട്ട് ഒന്നുകൂടെ ഇറങ്ങി വരട്ടെ? എന്റെ പൊന്നു ടുട്ടു, അപ്പോഴേക്കും അച്ഛനും അമ്മയോടെ ഡ്രസ്സ് എടുത്തിട്ട് പോകും. നമുക്കേ ഇതിനായിട്ടൊരു ദിവസം വരാം. ഹായ് സാർ. ആർക്കാണ് സാർ ഡ്രസ്സ് വേണ്ടത്? ഇവനുള്ളതാ. ഓ, ഈ ചെറിയ പയ്യനുള്ളതാണല്ലേ. നമുക്ക് ടീഷർട്ടും പാന്റും നോക്കിയാലോ? അതൊന്നും വേണ്ട, എന്റെ ബർത്ത്ഡേയാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ മോനു. താങ്ക്സ്. പിന്നെ എങ്ങനെയുള്ള ഡ്രസ്സാ മോന് വേണ്ടേ? എനിക്ക് ചിക്കുവിന്റെ ബർത്ത്ഡേക്ക് എടുത്തിരുന്ന ഡ്രസ്സില്ലേ, അതുപോലത്തെ ഡ്രസ്സ് മതി. ചിക്കുവിന്റെ ബർത്ത്ഡേക്കോ? ഏത് ചിക്കു? ടുട്ടു, നീ ഇവിടെ നിന്ന് നേരം വൈകിക്കാതെ വേഗം ഡ്രസ്സ് എടുക്കാൻ നോക്ക്. അതെ അതെ, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാനുള്ളതാ. നീ ഇവിടെ നിന്ന് നേരം കഴിക്കും. എന്നാലേ ആ സ്കൈ ബ്ലൂ കുർത്തിയില്ലേ, അത് മതി. ഇത് ആ കുർത്തിയല്ലേ? അതെ അതെ. അത് നിനക്ക് നന്നായിട്ട് ചേരും. എന്നാ അത് പാക്ക് ചെയ്യാട്ടോ. എന്നാ ചിഞ്ചുവും മിന്നുവും വേഗം നിങ്ങൾക്കുള്ളത് വേഗം എടുത്തിട്ട് വാ. ശരി അച്ഛാ. ഇനി നിനക്കെന്താ വേണ്ടേ? അത് പിന്നെ ആ ലീലയുടെ കയ്യിലേ നല്ലൊരു സാരി ഉണ്ട്, എനിക്ക് അതുപോലെ ഒരെണ്ണം വേണം. വലിയ വിലയൊന്നും ഇല്ലാത്ത സാരിയാണോടി? വലിയ വിലയൊന്നും ഇല്ലാന്നേ, ഒരു 10,000 വരുന്നുള്ളൂ. 10,000? അതെ, അത് കുറവല്ലേ? ലീലയുടെ കയ്യിലുള്ള സാരിക്ക് 5,000.
അപ്പൊ പിന്നെ ഞാൻ അതിനേക്കാളും കുറച്ച് കൂടി നിൽക്കണ്ടേ? നാളെ ടുട്ടുവിന്റെ ബർത്ത്ഡേ അല്ലേ, അവരെല്ലാവരും വരും. എനിക്ക് അവരൊക്കെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കണ്ടേ ചേട്ടാ? എന്റെ പൊന്നു മിനി, നീ എന്നെ കൊണ്ട് കുത്തുപാള എടുപ്പിക്കോ? അല്ലേലും നിങ്ങൾക്കിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ല. വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നു മിനി, നീ പോയി എടുത്തോ. ഏതായാലും നിന്റെ ആഗ്രഹമല്ലേ, നീ പോയി എടുത്തോ. അവരെ മുമ്പിലൊക്കെ നിനക്കൊന്ന് ഷൈൻ ചെയ്യാലോ. ആണോ ചേട്ടാ? മോളെ മിന്നു, അമ്മയ്ക്ക് നോക്കിക്കോ ഒരെണ്ണം. എന്റെ ദൈവമേ, ഇവരെയും കൊണ്ട് നീ വഴിക്കേ വരാൻ പാടില്ലായിരുന്നു. എന്താ സാർ, ഇനി എന്തെങ്കിലും വേണോ? സാറിന് പറ്റിയ നല്ല അടിപൊളി ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ പൊന്നു മോനെ, ഞാൻ ഈ ഷർട്ട് തന്നെ ഇട്ട് നടന്നോളാം. അച്ഛാ, അച്ഛാ, ഇനി നിനക്കെന്താണാവോ? കേക്ക് വാങ്ങണ്ടേ? ഇനിയിപ്പോ അതിന്റെ ഒരു കുറവ് വേണ്ട. അതെ, ഈ കേക്കിന്റെ സെക്ഷൻ എവിടെയാ? അപ്പുറത്തെ കുട്ടികളുടെ ടോയ്സ് ഇരിക്കുന്ന സ്ഥലമുണ്ട്, അതിലൂടെ പോയാൽ മതി. ടോയ്സോ? എന്നാ നമുക്ക് ഇതിലൂടെ പോവാച്ചാ. അങ്ങോട്ട് പോകാൻ വേറെ വല്ല വഴിയുണ്ടോ? എന്നാ ഇതിലൂടെ നേരെ പോയാൽ മതി. എന്നാലേ മോൻ ഇതിലൂടെ വിട്ടോ. അതിലൂടെ പോയാ മതിയായിരുന്നു. അതിലൂടെ പോയാലേ എന്റെ പോക്കറ്റ് കാലിയാവും. മോൻ ഇതിലൂടെ വിട്ടോ വണ്ടി. വാ വഴി പോയി ഇതിലൂടെ പോയിരുന്നേൽ ഒരു ടോയ് പോയി കിട്ടിയേനെ. ഏത് കേക്കാ വേണ്ടി സാർ? കേക്കാ ടുട്ടു വേണ്ടേ? ഏതൊക്കെ കേക്കാ ചേട്ടാ ഉള്ളേ? വാനില കേക്ക് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്. ഫോറസ്റ്റ് മതി ചേട്ടാ. എന്നാ അത് എടുക്കാല്ലേ? അതെന്താ അതുപോലെ? അല്ല, നിങ്ങൾ ആരാ അഭിപ്രായം ചോദിക്കാൻ വന്നേ? എന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കേക്കല്ലേ വാങ്ങുന്നേ? മോൻ ഇഷ്ടപ്പെട്ട കേക്ക് എന്നാന്ന് പറ, എന്നാ അതെടുക്കാമെങ്കിൽ. ഇവിടെയുള്ള കേക്ക് ഒന്നും എനിക്ക് ഇഷ്ടമില്ല. ആണോ? എന്നാ നിനക്ക് കേക്ക് വാങ്ങണ്ടെന്ന് വെച്ചേക്ക്. എന്നാലേ മോൻക്ക് ഇഷ്ടപ്പെട്ട കേക്ക് നമുക്ക് ആകാശത്തു നിന്ന് ഇറക്കാം. ചിഞ്ചു, വെറുതെ എന്നെ ദേഷ്യം പിടിക്കാൻ നിൽക്കണ്ടോ? അല്ലാതെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചേട്ടാ, ബ്ലാക്ക് ഫോറസ്റ്റ് എടുത്താൽ മതി. ശരി മോളെ. നിങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്കോ? എന്നാ മോൻ പറ. എനിക്ക് 2 ലെയറുള്ള കേക്ക് വേണം. അതിനാണോ? അച്ഛാ, 2 ലെയറുള്ള കേക്കിനൊക്കെ നല്ല വിലയാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ട്രെയിനൊക്കെ ഉള്ള അങ്ങനത്തെ കേക്ക് മതി. അല്ലേ വേണ്ട, എനിക്ക് സ്പൈഡർമാൻ കേക്ക് മതി. അയ്യോ മോനെ, അങ്ങനെയുള്ള കേക്ക് ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ. അതൊക്കെ നമ്മൾ മുൻകൂട്ടി ഓർഡർ കൊടുക്കുന്നതാ. ട്രെയിനിന്റെ തീമുള്ള ഒരു കേക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അത് വേണോ? എന്നാ അത് പാക്ക് ചെയ്തോ. കേക്കല്ലേ മോനെ വേണ്ടേ? എന്നാ ഇത് പാക്ക് ചെയ്തോ. ഇതിന് എത്രയാ വില? ഇതിന് ജസ്റ്റ് 3000 രൂപയേ ഉള്ളൂ സാർ. 3000 രൂപയാ? എന്താ സാർ, കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയേ, അത് ഇച്ചിരി കൂടുതലല്ലേ? അത് തന്നെയല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞേ, ഇങ്ങനെയുള്ള കേക്കിനൊക്കെ നല്ല വിലയാന്ന്. മോനെ ടുട്ടു, നിനക്ക് ഇത് തന്നെ വേണോ? ഇത് തന്നെ മതി അച്ഛാ. കുട്ടാപ്പിയുടെ ബർത്ത്ഡേക്ക് ഇതിന്റെ ചെറിയ കേക്കായിരുന്നു ഉണ്ടായിരുന്നേ. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞിരുന്നതാ, എന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ എനിക്ക് വലിയ കേക്ക് വാങ്ങി തരുന്നേ. നല്ല അച്ഛൻ. സാർ, ഇത് പാക്ക് ചെയ്യട്ടെ? എടുത്തു വെച്ചോ. അമ്മ എവിടെ ചിഞ്ചു? അമ്മയും മിന്നു ചേച്ചിയും കൂടി അവിടെ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാ. ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ അച്ഛാ. കുറച്ച് ഡോണറ്റ്സ് ഒക്കെ ഇതിന്റെ കൂടെ വേണോ? എന്റെ പൊന്നു ചങ്ങാതി, ഇനി ഒന്നും വേണ്ട. ആവശ്യത്തിലേറെ ഇന്ന് ആയിട്ടുണ്ട്. ഇനി എന്താ? എനിക്കൊരു ബർഗർ വാങ്ങി തരുമോ? എനിക്കൊരു പിസയും വേണം. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും അച്ഛന്റെ കൂടെ വരുന്നുണ്ട്. ഞാനും വരുന്നുണ്ട്. രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വന്നാലേ ഒരു ബർഗറും പിസയും മാത്രമായിരിക്കില്ല നിങ്ങൾ വാങ്ങുന്നത്. ഇല്ല അച്ഛാ, ഞാൻ അത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. വേണ്ടതല്ലേ പറഞ്ഞേ, രണ്ടുപേരും അവിടെ ഇരുന്നാൽ മതി. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ അമ്മയും മക്കളും കൂടി എന്റെ പോക്കറ്റ് മുഴുവൻ കാലിയാക്കി. തൽക്കാലം മക്കൾ അവിടെ പോയിരിക്കും, അച്ഛൻ വാങ്ങിക്കൊണ്ടുവരാം. ശരി. എന്താണ് അവിടെ കണ്ണു വിളിച്ച് നോക്കി നിൽക്കുന്നേ? വേഗം അവിടെ നടക്ക്. ചിഞ്ചു, എന്നെ വെറുതെ തല്ലാൻ നിൽക്കണ്ടോ? എനിക്കല്ലേ എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്, എനിക്കറിയാം. എനിക്ക് അച്ഛനാ കേക്ക് വാങ്ങി തന്നോണ്ടല്ലേ നിനക്ക് ഇത്രക്ക് ദേഷ്യം? അയ്യേ, ആ കേക്കിന്റെ കോലം കണ്ടാലും മതി. അല്ലെങ്കിൽ ആരും അങ്ങനെയുള്ള കേക്കൊക്കെ വാങ്ങി കഴിക്കുവോ? ഒരു ഭംഗിയല്ല നിന്റെ കേക്ക് കാണാൻ. കുറച്ച് ആകാശവും കുറച്ച് മേഘങ്ങളും ഒരു ട്രെയിനും. അയ്യേ, കണ്ടാലും മതി. നിനക്ക് അസൂയാ, എനിക്കറിയാം. പിന്നെ ഈ ഈർക്കിളി പോലെ ഇരിക്കുന്ന നിന്നോട് എനിക്ക് അസൂയല്ലേ? ഒന്ന് പോടാ നീ. രണ്ടും ഇങ്ങനെയുണ്ട് രണ്ട് സാധനങ്ങൾ. എവിടെ കണ്ടാലും തല്ലും പിടിയും. അമ്പടാ, രണ്ടും കൂടെ എനിക്ക് തരാതെ തട്ടി വിടുന്ന തിരക്കിലാ. കാണിച്ചു തരാം ഞാൻ. മോളെ മിന്നു, മിന്നു, നീ ഇതെങ്ങോട്ടാ നോക്കി നിൽക്കുന്നേ? എന്താച്ചാ? അമ്മ എവിടെ? അമ്മ വരുന്നുണ്ട്. നിനക്കെന്താ ഒരു ഉഷാറില്ലാത്തേ? ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ? എനിക്ക് ഉഷാറിയാടൊന്നുമില്ല. ദേ, ടുട്ടുവിന്റെ കയ്യിലെ പിസ ഉണ്ട്, അതിന് പോയി എടുത്ത് കഴിച്ചോ. അത് ശരി, എനിക്ക് വാങ്ങിയിട്ടുണ്ടോ? പിന്നല്ലാതെ, നീയും അച്ഛന്റെ മോളല്ലേ? ടുട്ടു, ആ പ്ലേറ്റിങ് തന്നെ. നിങ്ങൾ രണ്ടുപേരും എന്താ ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെ പോലെ ഇരിക്കുന്നേ? ഞാനൊന്നും തരൂല എന്റെ പിസ. ഇതെനിക്ക് അച്ഛൻ വാങ്ങി തന്നതാ. നീ തരണ്ടല്ലോ മോനെ, ഞാൻ എടുത്തോളാം. അതിനല്ലേ ചേച്ചിക്ക് 2 കയ്യേ, ഞാൻ എടുത്ത് കഴിച്ചോളാം, നീ തരണ്ട. അച്ഛാ, ഈ മീന ചേച്ചി എന്റെ പിസ എടുത്ത് കഴിക്കുന്നു. അവക്കും കൊടുക്കടാ. കേട്ടില്ലേ മോനെ, നീ കരച്ചിലൊന്ന് നിർത്തിക്കേ. ഒരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. നീ എവിടെയായിരുന്നു നീ ഇതുവരെ? മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നേ. എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ലേ? കിട്ടി ചേട്ടാ, പക്ഷേ എന്താ? ഞാനൊരു 10,000ന്റെ സാരി എടുക്കണമെന്നാ വിചാരിച്ചേ. പക്ഷെ അതിനെ 8,000 ആയുള്ളൂ. 2,000 കുറവാ. നിനക്ക് എന്താടി ഭ്രാന്താണോ? പൈസ കുറവായതിനാണോടി നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഷോ, ഇനി ആ ലീലയോട് എന്ത് പറയും? സാരമില്ല, അവളോടെ 15,000 ആണെന്ന് പറയാം. അമ്മേ, അമ്മക്ക് വേണ്ട പിസ ദാ കഴിച്ചോ. ഈ ഒരു പീസ് എന്തിനാ എനിക്ക്? നീ തന്നെ കഴിച്ചോ. ഞാൻ മാത്രല്ല, അവരും തിന്നു. എനിക്കൊന്നും വേണ്ട നിങ്ങളെ പിസ. ഈ അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ ദൈവമേ?